ശ്രുതിലക്ഷ്മിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി സ്കൂളിലെത്തിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു സഹപാഠികളും അധ്യാപകരും. കഴിഞ്ഞ ദിവസം വരെ ഓടി നടന്ന കരവാളൂർ AMM ഹൈസ്കൂൾ അങ്കണത്തിലേക്ക് വെള്ളിയാഴ്ച 11 മണിയോടെയാണ് മൃതശരീരം എത്തിച്ചത്. കഴിഞ്ഞ ദിവസം മാവിള ജംഗ്ഷന് സമീപം ശ്രുതിലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ആന്ധ്ര സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ശ്രുതിലക്ഷ്മി. നാടിന്റെ നാനാതുറകളിൽ നിന്നും നിരവധി ആളുകളാണ് ശ്രുതിലക്ഷ്മിക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തിയത്. പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റർ സുജ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ കുമാരി ശ്രുതിലക്ഷ്മിയുടെ ആകസ്മികമായ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മരണം സ്വാഭാവികമാണ്, ജീവിതമാണ് ആകസ്മികമായിരിക്കുന്നത്. ഈ സമയത്ത് എന്ത് പറയണമെന്ന് അറിയില്ല. ഞങ്ങളുടെ എല്ലാമായിരുന്ന പ്രിയപ്പെട്ട മകൾ ഈ ലോകത്തിൽ നിന്നും യാത്ര പറഞ്ഞിരിക്കുകയാണ്. മകളെ നമുക്ക് കാണാമെന്ന് പ്രത്യാശിക്കാം. ഞങ്ങളുടെ സ്കൂളിൻ്റെതായ എല്ലാവിധ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് സമാധാനവും ആശ്വാസവും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്കൂളിൻ്റെതായ റീതി ഇപ്പോൾ സമർപ്പിക്കുന്നതായിരിക്കും. ശ്രീലക്ഷ്മിയുടെ ദേഹവിയോഗം ഈ നാടിനാകെ ദുഃഖമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ശ്രീലക്ഷ്മിയുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ വേർപാടിൽ പങ്കെടുത്തുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ സ്കൂളിൻ്റെ PTA കമ്മിറ്റി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ അനുശോചനം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, നാട്ടുകാരെ, അതീവ വേദനയോടെ ആണ് ഇന്ന് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ ഈ കുഞ്ഞിൻ്റെ മൃതശരീരത്തിന് മുന്നിൽ നിൽക്കുന്നത്. എന്ത് വാക്കുകൾ പറഞ്ഞ കുടുംബത്തെ ആശ്വസിപ്പിക്കും എന്നറിയില്ല. ഈ കുഞ്ഞു മക്കളെ എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയില്ല. ഇന്നലെ വരെ ഇവരോടൊപ്പം കുഞ്ഞുങ്ങൾ കളിച്ച് ചിരിച്ച് വളർന്ന ഒരു മോളാണ് ശ്രുതി. അവൾ വിട്ടുപോയിരിക്കുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, AMMHS കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ അവസരത്തിൽ ഞങ്ങളുടെ സംഘടനാ ഭാരവാഹികൾ എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് റീത്ത് സമർപ്പിക്കും. ഈ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യശാന്തി.
AMMHSന്റെ പൂർവ്വ അധ്യാപകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സെന്റ് സാറ് 2 വാക്ക് സംസാരിക്കും. ഈ നിമിഷം വരെ എനിക്ക് അതിൽ നിന്ന് മോചനനായിട്ടില്ല. കാരണം സുനിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് PTA എക്സിക്യൂട്ടീവ് അംഗവും PTA വൈസ് പ്രസിഡന്റും ഒക്കെയായി ഈ സ്കൂളിൽ സജീവ്. അന്ന് മുതൽ ഇന്ന് വരെ ആ സൗഹൃദം പുലരുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വേർപാട് ആ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന സുനിൽ പറയാണ്, ഞാൻ രാവിലെ വന്നാൽ മതി മോളെ എന്ന് പറഞ്ഞ് തന്നെ ഇറങ്ങി പുറപ്പെട്ടു. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. വേദനാജനകമായ ഈ അന്തരീക്ഷത്തിൽ കുടുംബത്തിന് തമ്പുരാൻ ആശ്വാസം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുന്നു. ലക്ഷ്മി ഈ വർഷം SSLC പരിശീലന വിദ്യാർത്ഥിനിയായിരുന്നു. എക്സാമിലൊക്കെ അവളുടെ പേരൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്തു. ഈ വർഷം അവൾ പരീക്ഷ എഴുതി പാസ്സായി പോകുന്നത് കാണേണ്ടിയിരുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഇന്ന് അവളെ യാത്ര അയക്കേണ്ടിയിരുന്നു. ഈ സമയത്ത് അവളുടെ ക്ലാസ് ടീച്ചർ ടീച്ചറിനെ യാത്ര നൽകുന്ന ലക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, ശ്രുതി എൻ്റെ ക്ലാസ്സിലെ 34 കുഞ്ഞുങ്ങളിൽ ഒരാളായിരുന്നു. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി സെൻഡ് ഓഫ് നൽകി വിടാനായിട്ട് ഞങ്ങൾ ആഗ്രഹത്തോടെ ഇരുന്ന സമയത്ത് ഈ ഒരാൾ മാത്രം നേരത്തെ ഞങ്ങളിൽ നിന്ന് വിട വാങ്ങി. ഞങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു രീതി. അവളുടെ വിടർന്ന ചിരിയുള്ള മുഖമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ മുഖം പാടുമെങ്കിലും അനുശോചനം അറിയിക്കുന്നതിന് ജയമോഹൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഏവരെയും വേദനിപ്പിച്ചുകൊണ്ട് അകാലത്തിലാണ് 3 ജീവനുകൾ ഇന്നലെ അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ഏറ്റവും മിടുക്കിയായിട്ടുള്ള ശ്രുതി കൂടി
നാളുകളായി നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുക. സർ ജോർജ് മാത്യുവിൻ്റെ ഡ്രൈവറായി കുട്ടിയുടെ പിതാവ് വാഹനം ഓടിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും വീട്ടിൽ പോകാനും കാണാനും സ്നേഹ വായ്പകൾ പങ്കുവയ്ക്കാനും കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അകാലത്തിൽ ഒലിഞ്ഞുപോയ നമ്മുടെ കൊച്ചുമോളുടെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. ായിരിക്കുന്നൊരു കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ജയമസ പറഞ്ഞ പോലെ കഴിഞ്ഞ 3-4 വർഷം സുനിൽ എൻ്റെയും സഹയാത്രികനായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ക്ഷീണം പരിശ്രമിച്ച ക്ഷീണം മാറുന്നതിന് മുമ്പാണ് സുനിലിന് ഈ ഒരു ആഘാതം ഏൽക്കേണ്ടി വന്നത്. അറിഞ്ഞ സമയം മുതൽ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഏർപ്പാടുകളുമായി നിൽക്കുകയാണ്. എന്തായാലും അവരുടെ നഷ്ടം ഏത് രീതിയിലും നികത്താവുന്നതല്ല. എല്ലാവരുടെയും ദുഃഖത്തിൽ കരുവാളൂരിലെ പാർട്ടിയും ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ അറിയിക്കുന്നു. നമ്മുടെ ഈ നാട്ടിലെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് മർമാനഗര ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനർ, ഇവിടെ എനിക്ക് മുമ്പ് അനുശോചനം അറിയിച്ച നമ്മുടെ തന്നെ നേതാവുകളുടെ കാരണവശാലത്തും അനുശോചിച്ചതുപോലെ നമ്മെ ഇന്നലെ ഏതാണ്ട് രാത്രിയോടുകൂടി 1 മണിയോടുകൂടി നമ്മെ വിട്ടുപിരിച്ചിരിക്കുകയാണ് ശ്രുതിമോൾ. അതോടൊപ്പം 2 ജീവൻ കൂടി ബലിയർപ്പിക്കപ്പെട്ടു. ഏതാണ്ട് 15 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രുതിമോളെ സംബന്ധിച്ച് ഇവിടെ സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ ദുഃഖം കണ്ടു. അതിലൊക്കെ ഉപരി നാടിൻ്റെ ദുഃഖം അതിലൊക്കെ നടുക്കളത്തിൽ തന്നെ നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട്, പ്രത്യേകിച്ച് നീലാമോളിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത ഒരവസ്ഥ. 2 കുട്ടികളാണ് ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ തന്നെ മറവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതോടൊപ്പം ആട്ടോ ഓടിച്ച ഡ്രൈവറായിട്ടുള്ള പയ്യനെയും നമുക്കറിയാം കനകഞ്ചേരിയിൽ തന്നെയാണ് അതിൻ്റെ ശവദാഹം നടക്കുന്നത്. തൊട്ടടുത്ത 2 ദിവസം നടക്കും. എന്നാൽ ഈ 2 കുട്ടികളുടെ ഈ പ്രദേശത്തെ തന്നെ വേർപാട് ചേട്ടത്തി നിധിമാരുടെ മക്കളാണ്. നീലാമോളിലെ സുനിലിൻ്റെ മകൾ ഈ സൂചിപ്പിച്ചു വരുന്ന സജീവ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനമായി പ്രവർത്തിച്ച ആ പ്രവർത്തന ശൈലി വളരെ വേദനയോടുകൂടിയാണ് ഈ പ്രിയപ്പെട്ട മക്കളുടെ വേർപാടിൽ കരവാളൂർ പഞ്ചായത്തും പ്രത്യേകിച്ച് ഞാൻ പ്രധാനം ചെയ്യുന്ന നീലാമോൾ വാർഡുമൊക്കെ സുനിയെ സംബന്ധിച്ചിടത്തോളം എവിടെ വെച്ച് കണ്ടാലും ഒരു ചിരി പാസാക്കി പോകുന്ന ഒരു നല്ല വിദ്യാർത്ഥിനിയായിരുന്നു പ്രിയപ്പെട്ട സുനിമോൾ. സുനിമോളുടെ വേർപാട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖമുള്ളതാണ്. പ്രിയപ്പെട്ട സുനിമോളെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോട്, വിശ്വാസത്തോട്, പ്രാർത്ഥനയോടുകൂടി അനുശോചനം രേഖപ്പെടുത്തുന്നു. ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വന്തയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ